ഹലോ, ഇന്ന് നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ഒരു ജേർണലാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പേപ്പറിൽ. പക്ഷേ അത് രണ്ട് കോർണറിൽ ഒട്ടിച്ചു കൊടുത്തു. ശേഷം നമ്മളൊരു ഫ്രെയിം ഒട്ടിച്ചു കൊടുത്ത് ലോവർ കോർണറിലായിട്ട്, പിന്നെ അപ്പർ കോർണറിൽ ഈ ലോവർ കോർണറിലുള്ള ഈ ഫ്രെയിമിൻ്റെ നടുക്കൊരു ബട്ടർഫ്ലൈയും കൂടെ ഒട്ടിച്ചു കൊടുത്തു. ശേഷം നമ്മൾ അപ്പർ കോർണറിലൊരു ലേബൽ ഒട്ടിച്ചു കൊടുത്തു. ശേഷം നമ്മുടെ സൈഡിലായിട്ട് ഫിലിം സ്ട്രിപ്സ് പോലത്തെ ഒരു സംഭവം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ ഇടയ്ക്ക് വന്ന ഗ്യാപ്പില്ലേ, അവിടെ ആയിട്ട് നമ്മൾ ഒരു മറ്റേ ടെക്സ്റ്റൊക്കെയുള്ള ഒരു പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു ഗ്രിഡ് ഡിസൈനിലുള്ള ഗ്രിഡ് പാറ്റേൺ വരുന്ന ഒരു വാഷി ടേപ്പ് ഒട്ടിച്ച് കൊടുത്തു. ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് നമ്മളിങ്ങനെ എഴുതി കൊടുത്തു. ശേഷം ഈ നമ്മുടെ ലേബലുണ്ടല്ലോ, ആ ലേബലിലോട്ട് നമ്മൾ ഡേറ്റ്സ് ഒക്കെ എഴുതി കൊടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ കറുപ്പ് കളറെന്ന് വെച്ച് പേപ്പർ പെയിൻറ്റ് ചെയ്തതിൻ്റെ പെയിൻ്റാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ ഫിലിം സ്ട്രിപ്സ് ഇച്ചിരി ബ്ലാങ്കറ്റ് കിടന്നുകൊണ്ട് അതിൻ്റെ പുറത്തിങ്ങനെ സ്റ്റെൻസിലും കൊണ്ട് ബ്ലാക്ക് എന്നും പറഞ്ഞിങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ജേർണൽ ഫുള്ള് ചെയ്തത് നമ്മൾ DIY സപ്ലൈസ് കൊണ്ടാണ്. DIY സപ്ലൈസ് ഇപ്പോൾ നിങ്ങൾക്ക് ജേർണലൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, സപ്ലൈസ് ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ DIY ആയിട്ട് സപ്ലൈസൊക്കെ ചെയ്തെടുക്കാം. ഞാൻ ഇതെല്ലാം അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചെയ്യുന്ന വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ DIY ആയിട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടു.